നമസ്തേ, നമസ്കാരം. നമ്മൾ 8th പോയിൻ്റ് ആണിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. हम अब 8वें चक्र के बारे में डिस्कस कर रहे हैं. 8th പോയിൻ്റ് എന്ന് പറയുമ്പോൾ പ്രപന്ന സ്റ്റേറ്റ്. പ്രപന്ന എന്ന് പറയുമ്പോൾ ശരണാഗതി, സറണ്ടറിൻ്റെ പോയിൻ്റാണ് 8th പോയിൻ്റ്. അതായത് ഞാനൊരു സേവകനാണ്, അങ്ങൻ്റെ മാസ്റ്ററാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വളരെ വളരെ ഡെപ്തിൽ വരുന്ന ഒരു പോയിൻ്റാണ്. हमारे अंदर शरणागति का भाव कि आप मास्टर है, मैं आपका सेवक हूँ, ये जो फीलिंग है ये एस्टैब्लिश हो जाता है प्रपन्न സ്റ്റേറ്റ് में. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അഹംബോധത്തിൻ്റെ മണ്ഡലങ്ങളാണ്. अभी तक हम जो काम कर रहे थे ये सब ईगो के, अहंकार के मंडल में था. 7th पॉइंट तक പരബ്രഹ്മാണ്ഡ മണ്ഡലമൊക്കെ അഹംബോധത്തിൻ്റെ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഞാൻ എന്നുള്ള ഭാവം, हमारे अंदर अहम का भाव है. ഞാനെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള സെൽഫല്ല, നമ്മുടെ ഉള്ളിൽ ശരിക്കുള്ള ഒരു ഞാനുണ്ട്. हमारे अंदर യഥാർത്ഥ അഹം കാ യേ ഭാവ് है, അത് സെൻറ്ററാണ്. നമ്മുടെ രാജാവ്, हमारे अंदर का जो राजा है, किंग है, वही है हम का भाव. അത് അതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ഞാനെന്നുള്ള ഭാവം സ്യൂഡോ സെൽഫ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് അഹങ്കാരമാണ് ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത്. ഒറിജിനലായിട്ട് ആ തോട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് ഒറിജിനലായിട്ടുള്ള ആ ഞാനെന്നുള്ള ഭാവത്തിൽ, പൂർണ്ണ സ്നേഹം എന്നുള്ള ഭാവത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സൃഷ്ടിയിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാവമാണ് ഈഗോ എന്ന് പറയുന്നത്. ജബ് वो ओरिजिनल स्टेट से जो सबसे स्वतंत्र है, डिटैच्ड है, जो सबका कारण है, वो सेंटर है, उससे सेपरेट होके जो क्रिएशन में अटैच हो जाता है. അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ബ്രഹ്മരന്ധ്രം എന്നുള്ളൊരു ഭാഗമുണ്ട്. जो सेंट्रल रीजन के बाद ब्रह्मरंध्र आता है, उसके बाद ये सेपरेट होता है. अहम का भाव अंदर भय प्रतीत होता है. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം പ്രകടമാവുകയാണ്. നമ്മൾ നമ്മുടെ ക്രിയേഷനിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഈ ക്രിയേഷൻ പോയി കഴിഞ്ഞാൽ ഞാനില്ല എന്നുള്ളൊരു തോന്നൽ, അതാണ് ഭയത്തിൻ്റെ കാരണം. हमारे अंदर जो हम सृष्टि किया है और उसमें इतना अटैच हो जाता है कि हम सोचते हैं कि ये गया तो मैं नहीं हूँ. അപ്പോൾ ക്രിയേഷനെ വിടാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ തിരിച്ചവിടേക്ക് തന്നെ വരുന്നു. അപ്പോൾ നമ്മൾ ആഴത്തിൽ ഉറങ്ങുമ്പോൾ, സുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ ഒന്നും അറിയാതെ കിടക്കുകയാണ്. जब हम शांत होके सुषुप्ति भाव में सो जाते हैं तब हमारा क्रिएशन हमको कोई मतलब नहीं है. നമുക്ക് ക്രിയേഷനായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലേ? ആഴത്തിൽ ഉറങ്ങുമ്പോൾ നമ്മൾ രാജാവാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, ജോലിക്കാർ, വ്യത്യാസം എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആവുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ जो സർജറി करते हैं അനസ്തീഷ്യ देते, ജനറൽ അനസ്തീഷ്യ देते. ജനറൽ അനസ്തീഷ്യയുടെ സമയത്ത് മരിച്ച പോലെയാണ്, പേഷ്യൻ്റ് മരിച്ച പോലെയാണ്. വേണമെങ്കിൽ ഹൃദയം എടുത്ത് മാറ്റിയിട്ട് വേറെ ആളുടെ ഹൃദയം വയ്ക്കും. हमारे हार्ट निकाल के दूसरे हार्ट लगाते, ये पता भी नहीं होगा क्या हो रहा है. അത്രയും ലിവിങ് ഡെഡ് കണ്ടീഷൻ, മരിച്ചു കിടക്കുന്ന കണ്ടീഷനിൽ നിന്ന് ആൾ ഉണരുമ്പോൾ, കോമ കഴിഞ്ഞ് ഉടമ്പേക്ക് എന്തായിരിക്കും സ്ഥിതി? പെട്ടെന്ന് പഴയ ആളായി മാറുന്നു. सडनली वो पहले जैसा ही हो जाता है, वो मंत्री हो जाता है या बेगर होता है या डॉक्टर वापस आ जाता है. क्योंकि इतना ये अपने क्रिएशन में अटैच है, अहम का भाव. ഇത്രയും അഹങ്കാരം ക്രിയേഷനിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ റബ്ബർ ബന്ദ് പോലെ ചാടി വീണ്ടും ക്രിയേഷനിലേക്ക് വരുന്നു. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ആ പെർമനൻറ്റ് സെറ്റിൽഡ് അവസ്ഥയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. जब ओरिजिनल वो अहम का सेंटर है, वो क्रिएशन में डिपेंडेंट नहीं है, उससे से क्रिएशन होता है. അതാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപന്ന സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഞാനെന്നുള്ള ഈ ഭാവം, അതായത് ക്രിയേഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാവം, അത് മാറിയിട്ട് ഒറിജിനൽ ഞാനെന്നുള്ള ഭാവം അവിടെ മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങുകയാണ്. अभी तक हम हमारी शक्ति से दुनिया को कंट्रोल करना है, ये दुनिया में हम कुछ बदलाव ला सकता है, इसके बारे में सोचते थे. നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്നത് ഈ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യാം, അതിനുള്ള കഴിവ് എനിക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് പുറത്താണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പല കഴിവുകളും വരുന്നു. जब हम रेगुलरली साधना करते हैं हमारे अंदर बहुत ऐसे स्किल्स डेवलप होता है जो पहले नहीं कर सकते थे, अब करने लगता है. നമ്മൾ മുമ്പേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. മുമ്പേ 2-3 മണിക്കൂർ എടുത്ത കാര്യമൊക്കെ ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു.
जब पहले हमको 2-3 घंटा लगता था, अभी आधे घंटे में 15 मिनट में हो जाता है. इतना स्किल डेवलप होता है. അപ്പോൾ മുമ്പേ നമുക്ക് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങുന്നു. जो पहले हमने सोचा कभी ऐसा नहीं होगा, सडनली होने लगता है. मैं एक उदाहरण देता हूँ. बाबूजी महाराज का एक स्टोरी है. बाबूजी महाराज लखनऊ से शायद रायबरेली, लखनऊ में വേറെ സ്ഥലത്തേക്ക് वो ट्रेन में जाने के तैयार है, सेंटर को जाने को तैयार है, പോവാൻ തയ്യാറൊക്കെയാണ് ലക്നൗവിൽ. അപ്പോൾ രാവിലെ നീട്ടിട്ട് रेलवे स्टेशन लेके गई. रेलवे स्टेशन चले गए और उधर बैठे, रेलवे स्टेशन में बैठे. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ട്രെയിൻ ഇല്ല, ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ट्रेन ഇല്ല, उधर तक आज इस टाइम में ट्रेन नहीं है. रेलवे ऑफिसर ने भी आके बोला नहीं ट्रेन नहीं है अभी, आप इधर क्यों बैठे हैं. तो बाबूजी महाराज ने बोला मुझे इंस्ट्रक्शन आ गया है, मैं बैठूंगा इधर. 15 मिनट बाद एक ट्रेन आ गया. നടന്ന സംഭവമാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. എന്നിട്ട് बाबूजी करीब. अब रेलवे ऑफिसर्स ने डेलर पूछी, इस समय तो ट्रेन लिया निकले वरना. रेलवे ऑफिसर्स ने पूछा ये आपने ही बोला था ट्रेन है. तो उन्होंने बोला मुझे पता नहीं, ऊपर से ऑर्डर आया कि उस तरफ एक ट्रेन भेजो. तो ट्रेन बिटू. ये हम सोचते कि मिरेकल होगा, पर ऐसा चीज़ हमारे जीवन में भी होता है. हम कोई काम करने के लिए तैयार है, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ട്, നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് പൈസ തരുന്നു, ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, പോയി ആക്കെ പൈസ ദേത്താ ये आप कीजिए. ഗാന്ധിജിയുടെ ജീവിതത്തിലൊരു ചരിത്രമുണ്ട്. ഗാന്ധിജി जब अपने आश्रम में साबरमती आश्रम में वो एस्टाब्लिश कर रहे थे, साबरमती आश्रम എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഈ അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആശ്രമത്തിൽ താമസിപ്പിച്ചു. അച്ഛൂത് जो आदमी है ना, जो बोलते थे अच्छा अछूत कोई कैसा कोई नहीं है. അപ്പോൾ അവർ താമസിച്ചു, എല്ലാവരും ഇറങ്ങിപ്പോയി. जो साबरमती आश्रम में उनके साथ रहते सभी चले गए. ऐसा आदमी से साथ हम नहीं जिएंगे करके. तो ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല. ഗാന്ധിജിക്ക് പാസ് ഫണ്ട് नहीं है, साबरमती आश्रम നിർമ്മിക്കാൻ ഫണ്ടില്ല. പക്ഷേ ഗാന്ധിജി പറഞ്ഞു വർക്ക് ഉണ്ടെങ്കിൽ നടക്കും, भगवान की इच्छा है तो चलेगा. रात को ऐसा हो गया कि एक आदमी आ गए, उधर का कोई ऑनर, बहुत टेक्सटाइल ऑनर, वो आके 13,000 रुपीज़ 13,000 रुपया उसके साथ दे दिया और आपकी ज़रूरत पड़ेगा आप लीजिए करके. 13,000 रुपये വേണം തരാം, അങ്ങേക്ക് ആവശ്യം വരുന്നുണ്ട്, കൊടുത്തിട്ട് പോയി. कैसे हुआ पता नहीं है. ऐसे घटनाएं हमारे जीवन में अभी भी होते हैं. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മളെ സഹായിക്കാൻ പെട്ടെന്ന് ഒരു നേഴ്സ് വന്നിട്ട് സമാധാനം, എന്താ നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത്, ഇല്ലേ, ഉണ്ടായിട്ടില്ലേ. നമ്മൾ ऑफिस പോകുന്നു, हमारा काम होगा कि नहीं, ऐसे टेंशन में बैठते कोई आके हमारी सहायता करता है, ഉണ്ടാവാറില്ലേ. അപ്പോൾ നമ്മളത് അത്ഭുതം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളത് അത്ഭുതം എന്ന് വെച്ചിട്ടോ ഭയങ്കര ഭാഗ്യമായി പോയി, അത്ഭുതമായി എന്ന് വിചാരിക്കും. पर उसके बाद हम भूल जाते हैं. പ്രപന്ന സ്റ്റേറ്റിൽ എത്തുമ്പോൾ എന്താണ്ടാവുക തന്നെ, പ്രപന്ന സ്റ്റേറ്റിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് സംഭവിക്കാൻ തുടങ്ങും. जब प्रपन्ना स्टेट में आते हैं ऐसा चीज़ रेगुलरली होने लगता है, हमको पता चलता है रेगुलर होता है. और इसमें हम अद्भुत नहीं होगा, കുറച്ചായിട്ട് നമുക്ക് അത്ഭുതം उसमें അത്ഭുതം ഇല്ലാണ്ടേ होगा. കാരണം ഇത് നോർമലാണ്, നല്ല കാര്യമാണെങ്കിൽ നടക്കും. ये अच्छा काम है तो हो जाएगा, ऐसा विश्वास हमारे अंदर पैदा हो जाएगा. എനിക്ക് ജോലി ചെയ്യേണ്ടി വരും, ജോലി ചെയ്യണം എന്ന് തീരുമാനം ഉണ്ടെങ്കിൽ അതിനുള്ള ശക്തി എനിക്ക് വരും, അതിനുള്ള കഴിവ് എനിക്ക് വരും. अगर ये काम होना है उसकी शक्ति मुझे मिलेगी, उसका नॉलेज मुझे हो जाएगा और उसका जो आदमी है वो आ जाएंगे, वो कॉन्फिडेंस हमारे अंदर हो जाएगा. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി എന്നുള്ള കാര്യം ഇല്ലാണ്ടാവും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മാസ്റ്ററുടെ വർക്കാണ്. वो ऐसा ही चलता जाएगा, ऐसा ही होता ही जाएगा. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ മിഷൻ്റെ വർക്ക്സ് എല്ലാം എങ്ങനെയാണ്, हमारे मास्टर के मिशन का वर्क सभी ऐसा ही है. कहाँ से लोग आते हैं, कहाँ आके काम करते हैं पता भी नहीं है, हो जाएगा. अब ये ഒരു കാര്യം പ്രപന്ന സ്റ്റേറ്റ് में हमको ऐसा आ जाएगा, शुरू में നമുക്ക് അത്ഭുതം हो जाएगा, വണ്ടറാവും. ആദ്യം നമുക്ക് ഭയങ്കര അത്ഭുതം, എങ്ങനെ നടക്കുന്നത്, പിന്നെ അത്ഭുതം ഇല്ലാണ്ടേ വന്നു. കാരണം ഞാനല്ല ചെയ്യുന്നത്, ഈ ലോവർ ഞാനല്ല ചെയ്യുന്നത്, ഹയർ മാസ്റ്ററാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ അത്രയും മനോധൈര്യം हमारे अंदर इतना करेज आ जाता है कि अच्छा काम है तो हो जाएगा, ये मास्टर का काम है तो हो जाएगा. ഈ അത് മാസ്റ്ററുടെ വർക്കാണെങ്കിൽ നടക്കും. അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരത്തിൻ്റെ വർക്കാണ്, നടക്കുന്നില്ലെങ്കിൽ അത്
എൻ്റെ അഹങ്കാരത്തിൻ്റെ വർക്കായിരുന്നു. അഗർ കുച്ച് കാം नहीं होता है ये गलती मेरी थी. നമുക്കൊരു ആ ഒരു വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം മുന്നോട്ട് പോയി പ്ലാൻ ചെയ്തു, പ്ലാൻ നടന്നില്ല, അപ്പോൾ എന്താ നമ്മൾ തീരുമാനിക്കേണ്ടത്? അതെൻ്റെ അഹങ്കാരത്തിൻ്റെ പ്ലാനായിരുന്നു. സ്വാമി വിവേകാനന്ദ പറയാറുണ്ടായിരുന്നു സ്പീച്ച് കഴിഞ്ഞിട്ട്, ഈ സ്പീച്ചിന് എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ മാസ്റ്ററുടെ വാക്കുകളാണ്. എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ, തെറ്റാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വാക്കുകളാണ്. विवेकानंद जी बोलते थे कि आपने सुना और मेरे भाषण से कुछ ऐसा लगा कि ये अच्छा है, ये मेरी मास्टर की वाणी है. अगर लगा कि ये थोड़ा अच्छा नहीं है तो सोचो कि मेरी ही है, मेरे अहंकार की वाणी है. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. നമ്മൾ ഒരിക്കലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ മറ്റേതല്ല, നമ്മൾ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ജീവിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടെൻഷനാവില്ലേ? നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട ടെൻഷനാവില്ലേ? अगर हम पराजित होंगे, फेल होंगे तो हम टेंशन हो जाएगा. मैंने इतना काम किया नहीं हुआ. നമ്മൾ ചിന്തിക്കാമല്ലോ, ഇത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല, എന്താണ് ഈശ്വരൻ ഇങ്ങനെ, क्यों भगवान ऐसा करता है? मैंने इतना काम किया कुछ नहीं हुआ, मैंने इतना पढ़ा मुझे मार्क नहीं मिला, मैंने इतनी मेहनत की मुझे कोई फल नहीं मिला. ഇത് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും. ഹമാരാ മെഹനത്ത് ഉൻകെ ലിയേ ഹെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നടക്കേണ്ടതാണെങ്കിൽ നടക്കും, തീർച്ചയായിട്ടും നടക്കും. അതാണ് സേവകൻ്റെ മനോഭാവം. യഹിയെ സേവക മനോഭാവം. ഉൻകേ ഹി കാം ഹോനാ ചെയ്യേ, മേരാ കാം നെയ് ഹോനാ ചെയ്യേ. അതാണ് ഹനുമാൻ്റെ കോൺസെപ്റ്റ്. ഹനുമാനാണ് പ്രപന്ന സ്റ്റേറ്റിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നത്. हनुमान के बारे में बाबूजी महाराज बोलते हैं प्रपन्ना स्टेट, क्योंकि हनुमान कभी अपने आप डिसीजन नहीं लेते थे. ഹനുമാൻ ലങ്കയിലേക്ക് കടന്നിട്ട് സീതേനെ കാണണം എന്നുള്ള തീരുമാനത്തിൽ എല്ലാ വാനരന്മാരും കൂടി യോജിക്കുകയാണ്. സബി वानर बैठ के सोचते कि लंका ये सागर पार करके कौन जाएगा उधर. अब एक एक करके बोलता है मैं इतना जम कर सकता हूँ, मैं इतना जा सकता हूँ, पर कोई इतना डिस्टेंस पार नहीं कर सकता था. ഇത്രയും ദൂരം ചാടാൻ ആർക്കും പറ്റില്ല. അപ്പോഴാണ് ഹനുമാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ ഹനുമാനോട് പറയും, അങ്ങല്ലേ ഇതൊക്കെ ചെയ്ത, അങ്ങ് പണ്ട് സൂര്യൻ്റെ നേരെ ചാടിയ ആളല്ലേ, അങ്ങ് അത് ചെയ്ത ആളല്ലേ, ये सब पूजा आपने ही सूरज की तरफ ऐसे जंप किया था. അപ്പോഴാണ് ഹനുമാൻ പറയുന്നത് मेरे से हो जाएगा, भगवान की मर्जी है तो हो जाएगा. और वो सागर पार किया और उधर जाके क्या किया, उधर जाके सीता माता से बोला नहीं कि मेरे साथ वापस आओ. അവിടെ ചെന്നിട്ട് രാവണനെ കൊല്ലാനും ലങ്ക നശിപ്പിക്കാനും എല്ലാം ഹനുമാന് പറ്റും. हनुमान के बस में की बात है कि वो रावण को मार सकता था, लंका को डिस्ट्रॉय कर सकता था, सीता माता को वापस ले आ सकता था. पर मैंने नहीं किया क्योंकि ये मेरे मास्टर का ആദേശ് നെയ്യേ, എൻ്റെ മാസ്റ്ററിൻ്റെ ആദേശത്തല്ല. അതാണ് പ്രപന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മാസ്റ്റർ എന്താണ് പറയുന്നത് എന്നുള്ളത് ഉള്ളിൽ, അത് നമ്മൾ മാസ്റ്ററുടെ വാക്കുകൾ പുറത്തുനിന്നല്ല. നമ്മളിപ്പോൾ കേൾക്കുന്നത് പുസ്തകം വായിച്ചിട്ടാണ്, നമുക്ക് അറിവ് കിട്ടുന്നത് പുസ്തകം വായിച്ചിട്ടാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ആരോടും ചോദിക്കും, അല്ലെങ്കിൽ മാസ്റ്റർക്കൊന്നും, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരോട് ചോദിച്ചാളെ हमारे कोई डाउट है तो हम पूछेंगे. अब इस टाइम पे प्रपन्ना स्टेट में ऐसे प्रॉब्लम ही नहीं होता है. शांत होके बैठते हैं, अंदर से जो साउंड आता है, मास्टर की वाणी आती है, उसके हिसाब से काम करता है. हिस मास्टर्स वॉइस എന്ന് പറയും. जो कुत्ते जैसा, नायड़ा उदाहरण, कुत्ता ऐसा बैठता रहता है, जब भी मास्टर बोलता है दौड़ो करके तो दौड़ता है, അതുവരെ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ അത്ര അധികം स्ट्रॉन्ग ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് സറണ്ടർ. हम बोलते हैं कि हम सोचते हैं कि समर्पण का भाव वीकनेस का ക്യാരക്ടർ. നമ്മൾ വിചാരിക്കുന്നു സറണ്ടർ, ശരണാഗതി പറഞ്ഞാൽ വീക്കായിട്ടുള്ള ആൾക്ക്. നമ്മൾ സറണ്ടർ ചെയ്തു, ഒരു പട്ടാളം, ഒരു രാജ്യം വേറെ രാജ്യത്തിന് മുമ്പ് സറണ്ടർ ചെയ്തു. एक कंट्री दूसरे कंट्री के सामने सरेंडर होता है, उसका मतलब है वो फेल हो गया അല്ല, അങ്ങനെയല്ല വിചാരിക്കുന്നത്, തോറ്റുപോയി എന്നല്ല വയ്ക്കുക. അത് തോൽക്കല്ല. നമ്മൾ എന്തിനാണ് തോൽക്കുന്നത്? ജയിക്കാനാണ് തോൽക്കുന്നത്. हम क्यों ऐसे लूज़ करते हैं, फेल हो जाते हैं? क्योंकि हमको जीतना है, मास्टर को जीतना है. അപ്പോൾ ദാജി പറയുന്നത് എന്താണ്? मैं इसके में जीत गया तो आप मेरा हो जाएगा, अगर मैं फेल हो गया कि मैं आपके हो जाएगा. दोनों टाइम में मैं ही जीतता हूँ. ഞാൻ എൻ്റെ ഈ കർമ്മത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വർക്കാണ് നടക്കുന്നത് അല്ലേ, അപ്പോൾ അങ്ങ് എൻ്റെ ആയി കഴിഞ്ഞു. നേരെ ഞാൻ തോറ്റു കഴിഞ്ഞാലോ?
തോറ്റു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ അങ്ങനെ ചെയ്യുന്നത് दोनों टाइम में मैं ही जीता हूँ, ഡിഫറൻസ് नहीं है. അപ്പോൾ അതാണ് ശരണാഗത് ഭാവം എന്ന്. സറണ്ടറിൽ തോൽവിയുടെ പ്രശ്നമില്ല. സറണ്ടറിൽ എപ്പോഴും ജയിക്കുള്ളൂ. നമ്മൾ ജീവിതത്തിലും ഇത് പഠിക്കേണ്ട കാര്യമാണ്. സ്നേഹം जो हमारे अंदर जो प्रेम का भाव है ना, प्रेम में शरणागति होना चाहिए, सरेंडर होना चाहिए. ऐसा नहीं कि फोर्सफुली करना चाहिए. हस्बैंड वाइफ के ऊपर या वाइफ हस्बैंड के ऊपर फोर्सफुली कुछ नहीं कर सकता है. अब फोर्सफुली किया तो वो സച്ച് മേ ഫെയിലിയർ. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടീനെ നിർബന്ധിക്കുകയാണെന്ന് ആലോചിച്ചു. आपको बच्चा आपके बात नहीं सुनता है और तो आप अथॉरिटी करके तुम सुनो मेरे बात, मैं आपकी पिताजी, वो सुनेगा क्योंकि आप ही उसको ഭോജനം देते हैं, പാലൻ പോഷണം करते हैं അല്ലേ. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കും, പേടിച്ചിട്ട് കേൾക്കും. പക്ഷേ ഉള്ളിൽ എന്താ ഉണ്ടാവുക? എതിർപ്പുണ്ടാവും. अंदर जो फीलिंग है बड़ा होके लिसन नहीं करेगा. बट प्रेम में जो लिसन करता है वो परमानेंटली, वो कभी भी फोर्सफुली नहीं है. उसका पता चलता है ये बोल रहे ठीक है, इसलिए मैं आपका मानता हूँ. അതാണ് സ്നേഹം കൊണ്ടാണ് നമ്മൾ കീഴടക്കേണ്ടത്. അതിന് നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മളുടെ തന്നെ ഈഗോ സാക്രിഫൈസ്, അവരുടെ നന്മയ്ക്കായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഉയർന്ന ജോലി കിട്ടിയിട്ട് പോവുകയാണെന്ന് ആലോചിക്കും. कोई फ्रेंड है हमारा, वो थोड़ा अच्छा प्रमोशन करके अच्छे जॉब में चले जाते हैं. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മകൻ നല്ല ജോലി കിട്ടി പോവാണ്, बच्चा अच्छा जॉब करके जा रहा है. അപ്പോൾ അമ്മ എന്താ പറയുക? അമ്മ പറയും, നീ എന്തിനാണ് പോകണം, നീ ഇവിടെ നിൽക്ക്, നാട്ടിൽ നിൽക്ക്. बच्चे को बोलता है कि आप इधर ही ठहरो, मुझे आप तुम नहीं है तो मुझे डर लगता है, എനിക്ക് അങ്ങില്ലെങ്കിൽ പേടിയാവണു, മേരെ ദേഖ്ഭാൽ കോൻ കരേഗ, അല്ല എന്നെ ആരാ നോക്കുക വയസ്സമ്മ. അപ്പോൾ ആരെപ്പറ്റി ചിന്തിക്കുന്നത്? തന്നെ പറ്റിയാണ് ചിന്തിക്കുക. अपने आप के बारे में सोचता है क्योंकि वे बेटा मेरे पास रहना है मुझे देखभाल करने के लिए, എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ടാണ്. ശരിക്കുള്ള സ്നേഹമാണ് എന്താ പറയുക? നീ നന്നായി വാ, फ्री करता है, प्रेम में फ्रीडम देते हैं. तुम जाओ, अच्छा बनो, कितना भी दूर है हम दूर नहीं होंगे. ഫ്രീഡമിൽ ഒരിക്കലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഫ്രീഡം ഇല്ലാണ്ട്. സ്നേഹം എപ്പോഴും ഫ്രീഡം നൽകും. प्रेम सच में स्वतंत्रता देती है, बंद नहीं करता है. हमको कोई चीज़ अच्छा लगता है तो घर में नहीं रखना चाहिए. एक पैरट, तोता को अच्छा लगा, तोते को पिंजरे में डाल दिया तो तोता इतना दुखी हो जाता है അല്ലേ. ഒരു തത്തേനെ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എവിടെയും കൊടുക്കില്ല. സ്വർണ്ണക്കൂട്ടിലിടുമ്പോൾ തത്തയ്ക്ക് സന്തോഷമുണ്ടോ? തത്തയ്ക്ക് സന്തോഷമില്ല. अगर वो प्रेम से ഫ്രീഡം देता है वो तोता नहीं जाएगा. अगर ഫ്രീ करते ആ തത്ത പോവില്ല, അത് നമ്മുടെ അടുത്ത് തന്നെ വരും, എവിടെയും പോവില്ല. വിളിച്ചാൽ നമ്മുടെ വെളിപ്പുറത്തുണ്ടാവും. അങ്ങനെയായിരിക്കണം മനുഷ്യരും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡും വൈഫും കുട്ടിയൊക്കെ അങ്ങനെയാവും. നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവരെവിടെയും പോവില്ല. जब हम स्वतंत्रता देते वो नहीं जाएंगे, वो अंदर से इतना प्रेम करेंगे कि वो जब भी हमको ज़रूरत है वो उधर ही होगा. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അവിടെ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നേരെ മറിച്ചിട്ട് പിടിച്ചു കെട്ടി വെച്ചാലോ അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. अगर हम फोर्सफुली इसको बिठाते वो उधर बैठेगा पर उसका मन दूसरी जगह में होगा. അങ്ങനെയല്ലേ? അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ മാസ്റ്ററെ കീഴടക്കുന്നത്. നമ്മൾ മാസ്റ്റർ के ऊपर विजय ऐसे प्राप्त करेंगे सरेंडर से. आप जो बोलो मैं सुनूंगा. നമ്മൾ സമർപ്പിക്കുകയാണ്, മാസ്റ്ററുടെ അഹംബോധം സമർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ മാസ്റ്ററുടെ കിങ്ഡം അവിടെ എസ്റ്റാബ്ലിഷ് ആയി. മാസ്റ്റർ കാ കിങ്ഡം ഉദർ എസ്റ്റാബ്ലിഷ് हो गया. ബാബുജി മഹാരാജ് പറയണ്ടായിരുന്നു, ഞാൻ ആദ്യം വിചാരിച്ചു ഞാനാണ് മുതലാളി, അങ്ങ് വാടകക്കാരനാണെന്നാണ്. मैंने सोचा कि मैं ऑनर हूँ और आप किराया में बैठा रेंटेड ऐसे इधर बसता है. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങാണ് ഓണർ, ഞാനാണ് വാടകക്കാരൻ. आप ही ऑनर है, मैं उसका रेंटेड पर्सन हूँ. आप जब भी बोलो मैं इधर आऊँगा, अब जब भी बोलो जाओ तो मैं जाऊँगा. നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് ഇവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കണമെന്ന് അവിടെ നിൽക്കും, വരണം എന്ന് പറഞ്ഞാൽ വരും, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകും. अगर बोला कि भूमि में जाके काम करो, आके काम करेंगे. इसलिए हमारे अंदर वैराग्य का डेफिनेशन बदल जाता है. നമ്മുടെ വൈരാഗ്യത്തിൻ്റെ ഡെഫിനിഷൻ മാറുന്നു. हमने अभी तक सोचा कि ये दुनिया अच्छा नहीं है, हमें ब्राइटर वर्ल्ड में होना चाहिए, कि ब्राइटर വേൾഡിൽ പോകണം അല്ലേ, സ്വർഗത്തിൽ പോകണം, പുണ്യകർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പോകണം, മോക്ഷം കിട്ടണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത പോലത്തെ कि मुझे मोक्ष मिलना है, साक्षात्कार मिलना है. ഇതെല്ലാം നമുക്ക് മാറുന്നു. കാരണം जहाँ भी है वे हमारे साथ ही है.
നമ്മളെവിടെയാണെങ്കിലും അദ്ദേഹം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളു. അപ്പോൾ നമുക്ക് ഈ ലോകം ആ ലോകം എന്നുള്ള വ്യത്യാസമില്ലാണ്ടായി മാറുന്നു. ഉപരതി എന്നതിനെ പറയും, വൈരാഗ്യക്ക ऊपर हायर कंडीशन है उपरति. ये दुनिया भी नहीं है, वो दुनिया भी नहीं, कोई भी दुनिया में आप ही है അല്ലേ? ഏത് ലോകത്തിലായാലും അങ്ങുണ്ടെങ്കിൽ മാത്രമേ അതിന് സ്വർഗം എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോയിട്ട് അവിടെ മാസ്റ്റർ ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് സ്വർഗ്ഗം അത്? അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും അങ്ങയുടെ ഇൻസ്ട്രുമെൻ്റ് ആകുമ്പോൾ എനിക്കത് സ്വർഗ്ഗമാണ്. അങ്ങ് നരകത്തിലയച്ചാലും അത് എനിക്ക് സ്വർഗം തന്നെയാണ്. അപ്പോൾ ഉപരതി ആ ജാത്ത है, उसमें कोई भी ഡിഫറൻസ് नहीं होता है. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് സമർപ്പണ ഭാവം നമ്മളെ മാറ്റുന്നു. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഡിസ്കഷൻ നിർത്താം. ചാരുജി മഹാരാജ് ഒരിക്കൽ ബാബുജി മഹാരാജ് ചെറുതായിട്ട് പിണങ്ങി. ചാരുജി മഹാരാജ് एक टाइम बाबूजी महाराज से थोड़ा ऐसे छोटे छोटे ये होता था, क्या बोलते हैं, क्वारल नहीं बोलते, कुछ दिन तक ऐसे बात नहीं किया. എന്തോ ഇഷ്ടപ്പെടും बाबूजी महाराज कुछ बोला, मैं चारुजी महाराज ने सोचा कि मैं थोड़ी दिन तक उनके सामने नहीं आऊँगा, കുറച്ച് ദിവസം ഞാൻ ബാബുജിയുടെ മുന്നിൽ വരില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചാരുജി ബാബുജി മഹാരാജിൻ്റെ അടുത്തേക്ക് പറഞ്ഞു, യു ആർ എ ക്രൂക്ക് എന്ന് പറഞ്ഞു, നിങ്ങളൊരു കള്ളനാണ്, കാരണം നിങ്ങളില്ലാത്തൊരു സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. बाबूजी महाराज के पास आया गया चारुजी में 2-3 हफ्ते के बाद आके बोला कि आप बहुत कन्निंग चालाक आदमी हैं, आप मैं कहीं भी ढूंढा तो आपके सिवा कुछ भी नहीं दिखता. അപ്പോൾ അങ്ങില്ലാത്ത ലോകം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ബാബുജി മഹാരാജ് കെട്ടിപ്പിടിച്ചു എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം. നമ്മളൊരിക്കലും നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ഉള്ളിൽ. അത് മാസ്റ്ററോടുള്ള ആ കണക്ഷൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിലോ കുടുംബ ബന്ധത്തിലോ ഒരിക്കലും നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കോയി ബി ഹമേ സെപ്പറേറ്റ് നെയും കരയെങ്കിൽ. അതാണ് പ്രേമത്തിൻ്റെ ദൃഢമായിട്ടുള്ള വിശ്വാസമാണ്. ശരീരത്തിന് അടുപ്പിക്കാനും പറ്റില്ല, ശരീരത്തിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആന്തരികമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ നമ്മളെൻ്റെ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നുമല്ല. कोई आदमी इतना नज़दीक बैठा है उसका मतलब नहीं है कि ये मेरा फ्रेंड है, वो मन में इतना दूर होगा അല്ലേ? അടുത്തിരിക്കുന്നു എന്ന് ഫ്രണ്ട് ആവണമെന്നില്ല. അതേസമയം വളരെ ദൂരെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ തൊട്ടായിരിക്കും. बहुत दूर लोग ये आदमी और इतना नज़दीक होगा. मास्टर इधर नहीं है, हमारे पास नहीं है. അപ്പോൾ सबसे नज़दीक कौन है? മാസ്റ്റർ. നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന മാസ്റ്ററാണ്. അപ്പോൾ ദൂരമല്ല പ്രധാനം, പുറമേയുള്ള ദൂരമല്ല, ആന്തരികമായിട്ടുള്ള ദൂരമാണ് പ്രശ്നം നമുക്കുണ്ടാക്കുന്നത്. हमारा प्रॉब्लम है हमारे अंदर का डिस्टेंस. कोई ने पूछा कि मास्टर कहाँ है, മാസ്റ്റർ എവിടെയാണ്? ഞങ്ങൾ സത്കോയിൽ പോയപ്പോൾ അവിടുത്തെ പ്രിസെപ്റ്റർ ചോദിച്ചു, പെട്ടെന്നൊരു ചോദിച്ചു, മാസ്റ്റർ എവിടെയാണെന്ന് ചോദിച്ചു. സത്കോൽ में गए तो उधर का डॉक्टर प्रसन्न थे, उन्होंने बोला कि पूछा मास्टर कहाँ है अभी? सभी ने बोला मास्टर मणपाक में होगा शायद. तो उसने बोला यही प्रॉब्लम है तुम्हारा, मास्टर इधर है. മാസ്റ്റർ कहाँ है? മാസ്റ്റർ इधर ही है. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വരുമ്പോൾ നമ്മളുടെ ആശ്രമം തന്നെ കാനാശ്രമമായി മാറും, നമ്മളിരിക്കുന്ന വീട് തന്നെ ആശ്രമമായിട്ട് മാറും. जब इतना शरणागत हो जाता है हमारा इधर ही खाना हो जाएगा, हमारा घर ही आश्रम हो जाएगा और हम ही मास्टर का वो एम्बेसडर हो जाएंगे. कोई भी हमारे सामने आ जाएगा तो മാസ്റ്റർ के पास गया ऐसा सोचना चाहिए. അങ്ങനെയാണ് ചാരുജി മഹാരാജ് പറഞ്ഞത്. ചാരുജി മഹാരാജ് അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് വന്നവരൊക്കെ മാസ്റ്റർ അടുത്തെത്തിയ പോലെ തോന്നുന്നതാണ്. जो भी तुम्हारे पास आते हैं आपके पास आते हैं ऐसा उसको महसूस होना कि मैं मास्टर के पास आ गया. അത് പ്രപന്ന സ്റ്റേറ്റിൽ നമുക്ക് വരും. അതൊന്നും ഇനി പ്രോഗ്രസ് ചെയ്യേണ്ടത്. നമ്മൾ ആ സമർപ്പണ ഭാവം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ റേഡിയേഷൻ നമുക്ക് വരാൻ തുടങ്ങും. നമ്മൾ മുകളിൽ നിന്ന് ഹയർ സെൽഫിൻ്റെ മാസ്റ്ററുടെ ആ എന്താ പറയുക വെളിച്ചം നൽകുന്ന ടോർച്ചസ് പോലെയായി മാറാൻ തുടങ്ങും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ 8th പോയിൻറ്റിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഫയർ, 8th പോയിൻ്റ് കാ സെൻറ്റർ എലിമെൻ്റ് ഫയർ, അഗ്നി, അഗ്നിയുടെ ക്വാളിറ്റീസ്, സ്നേഹം. 8th പോയിൻ്റ് ഏറ്റവും വലിയ ക്വാളിറ്റി സമാധാനമാണ്. നമ്മൾ ആഴത്തിൽ സമാധാനത്തിൽ, കാരണം മാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ പോലെ ആയിത്തീരണം എന്നൊരു പ്രേമം നമ്മുടെ ഉള്ളിൽ, അഗ്നി നമ്മുടെ ഉള്ളിൽ. മാസ്റ്റർ के जैसा मुझे बनना है, मुझे दूसरा कुछ नहीं है, आपके जैसे बनना है, वो क्रेविंग भी अंदर हो जाता है. അപ്പോൾ നമുക്ക് പീസ് ഉണ്ട്, പക്ഷേ ക്രേവിംഗ് ഉണ്ട്. ഈ രണ്ടും കോമ്പിനേഷനാണ് ശരിക്കും നമുക്ക് 8th പോയിന്റിൽ വരുന്നത്. अभी हम ध्यान करेंगे കണ്ണുകളടച്ച് ശാന്തമായിരിക്കും.
आंख बंद करके शांत होके बैठिए. फर्स्ट पॉइंट ध्यान हम തുടങ്ങാം. फर्स्ट पॉइंट में हम ध्यान शुरू करेंगे. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. मन में चिंताएं आती है तो धीमे से इग्नोर कीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ഇനി പതുക്കെ ശ്രദ്ധ തേർഡ് पॉइंटലേക്ക് കൊണ്ടുവരൂ. अपना अटेंशन थर्ड पॉइंट की तरफ लाइए. थर्ड पॉइंट लेफ़्ट साइड ऑफ चेस्ट अपर पार्ट, छाती के लेफ़्ट साइड में अपर पार्ट में है. ഈ തേർഡ് പോയിൻറ്റിൻ്റെ അതേ ക്വാളിറ്റിയാണ് എയ്ത്ത് पॉइंट ഉണ്ട്. इस थर्ड पॉइंट का सेम क्वालिटी से एट्थ पॉइंट है. अब जब थर्ड पॉइंट में ध्यान करते हैं एट पॉइंट की तरफ अटेंटिव होना चाहिए. തേർഡ് പോയിൻറ്റിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് എയ്ത്ത് പോയിൻറ്റിലേക്ക് ശ്രദ്ധിക്കണം. എയ്ത്ത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ സെവൻത്ത് പോയിൻറ്റിൽ 3 വിരൽ മുകളിലാണ്. അപ്പോൾ ആദ്യം ക്ലീനിങ് ആണ്. പहले सफाई करेंगे. എയ്ത്ത് പോയിൻ്റ് സെൻറ്ററിൽ ഫയർ എലിമെൻ്റ് ആണ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായിട്ട് അനുഭവിക്കും. एट पॉइंट के सेंटर फायर एलिमेंट सफाई हो रही है. ഇപ്പോൾ അകലെ പതുക്കെ ഫോർത്ത് പോയിന്റിലേക്ക് വരൂ. ഫോർത്ത് പോയിന്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് अपर पार्ट. उधर 9 o'clock പൊസിഷൻ में ഫയർ എലിമെൻറ്റ്. അവിടെ 9 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ. ഉദർ സഫായി ഹോ രഹി ഹൈ. ഇനി ഫിഫ്ത്ത് പോയിൻറ്റ് ഗർദൻ കെ ലോവർ പാർട്ട്, കഴുത്തിൻ്റെ ലോവർ പാർട്ട് ഫിഫ്ത്ത് പോയിൻ്റാണ്. അത് വായുചക്രമാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. ഉദർ 6 o'clock പൊസിഷൻ में ഫയർ എലിമെൻറ്റ് है. उधर सफाई हो रही है. ഇനി ഫസ്റ്റ് പോയിന്റിലേക്ക് വരൂ. ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ട് ഫസ്റ്റ് പോയിന്റ്. അവിടെ 3 o'clock പൊസിഷനിലാണ് ഫയർ एलिमेंट. उधर 3 o'clock पोजिशन में फायर एलिमेंट है. उधर सफाई हो रही है. सेकंड पॉइंट राइट साइड ऑफ चेस्ट लोअर पार्ट. सेकंड पॉइंट की तरफ आइए. उधर 12 o'clock पोजिशन में है फायर एलिमेंट. അവിടെ 12 o'clock പൊസിഷനിലാണ് ഫയർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോ രഹി ഹൈ.
ഇനി തിരിച്ച് തേർഡ് പോയിന്റിലേക്ക് വരൂ. वापस थर्ड पॉइंट की तरफ आइए और अटेंशन 8th पॉइंट की तरफ. തേർഡ് പോയിന്റിൽ വന്നിട്ട് അറ്റൻഷൻ 8th പോയിന്റിലേക്ക് തന്നെ. ശുദ്ധീകരണം കംപ്ലീറ്റ് ആയി, സഫായി പൂരാ ഹുവാ ഹെ. പിന്നെ നമ്മൾ 8th പോയിന്റിൻ്റെ സെൻറ്റർ ഫയർ എലിമെൻറ്റ് അതുമായിട്ടുള്ള हार्मोनाइजिंग ആണ്. आज हम 8th पॉइंट के सेंटर फायर एलिमेंट क्वालिटी എന്ന് പറഞ്ഞാൽ പ്രേമം, लव. फायर एलिमेंट का क्वालिटी है लव. और 8th पॉइंट में जो कंडीशन है वो पीस का है, शांति का है. 8ാമത്തെ പോയിന്റ് പ്രപന്ന സ്റ്റേറ്റ്, നമ്മുടെ ഉള്ളിൽ ശാന്തതയുണ്ട്. ആ ശാന്തതയുടെ ഒപ്പം തന്നെ മാസ്റ്ററോടുള്ള അഗാധമായിട്ടുള്ള പ്രേമവും ഭക്തിയും. मास्टर की तरफ प्रेम और भक्ति और शरणागत भाव, ശരണാഗതിയുടെ ഭാവം, വിനയത്തിൻ്റെ ഭാവം, അത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. ये क्वालिटीज़ अंदर डेवलप हो रहा है. प्लीज स्टार्ट मेडिटेशन. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള കണ്ടീഷൻസ് മാസ്റ്ററുടെ സേവനത്തിനായി തന്നെ ഉപയുക്തമാകും. मास्टर की कृपा से जो क्वालिटीज़ मिला है मास्टर की सेवा में उपयुक्त होगा. ഈ സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കും. ധീമേ സേ ആങ്ക് खोलिए.